ഹായ്, നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിലെ ഒരു ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ ഹൗ ദ ഫോളോവിങ് ആക്ഷൻ ക്യാൻ ബി ഡൺ ഇൻ മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ്. എങ്ങനെയാണ് ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ എങ്ങനെ ഓപ്പൺ ചെയ്യാം? ഒരു പ്രസൻറ്റേഷൻ വിത്ത് ഡിഫറെൻറ്റ് നെയിമുമായിട്ട് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താണ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്? പവർ പോയിൻറ്റ് ഫയൽസിനെയാണ് നമ്മൾ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. പവർ പോയിൻറ്റിലെ ഓരോ ഫയൽസിനെയാണ് നമ്മൾ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ടെക്സ്റ്റുള്ള ഒരു അഡീഷണൽ ഇൻഫോർമേഷൻസും എലമെൻസും ഇല്ലാത്ത ജസ്റ്റ് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, ഒരു ബ്ലാക്ക് ടെക്സ്റ്റ്, ഇതാണ് ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനുള്ള സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഫയൽ എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബാക്ക് സ്റ്റേജ് വിൻഡോ ഇതുപോലെ വരും. അപ്പോൾ ഇതിനകത്ത് കുറേ ഓപ്ഷൻസുകൾ ഉണ്ടാവും. അതിനകത്ത് സെലക്ട് ന്യൂ എന്ന് പറയുന്നത്, നമ്മൾ പുതിയൊരു പ്രസൻറ്റേഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സെലക്ട് ന്യൂ ക്ലിക്ക് ചെയ്യുക. ആ ന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പല ടെംപ്ലേറ്റ്സുകൾ ഇവിടെ കാണാൻ സാധിക്കും. ബ്ലാങ്ക് പ്രസൻറ്റേഷൻ, സാമ്പിൾ ടെംപ്ലേറ്റ്സ്, ഇങ്ങനെ പറയുന്ന കുറേ ടെംപ്ലേറ്റ്സുകൾ, തീംസുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ബ്ലാങ്ക് പ്രസൻറ്റേഷന് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ക്രിയേറ്റ് എന്ന് പറയുന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും എന്നുള്ളത്. ഇനി ഒരു എക്സിസ്റ്റിംഗ് പ്രസൻറ്റേഷൻ, ഓൾറെഡി ഉള്ള ഒരു പ്രസൻറ്റേഷൻ നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാം? അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഓപ്ഷൻ താഴോട്ട് വരും, ഒരു ബാക്ക് സ്റ്റേജ് വ്യൂ വരും. അങ്ങനെ രണ്ടാമത്തത് അതിനകത്ത് ഓപ്പൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഡയലോഗ് ബോക്സിലെ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും, ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് ഏത് പ്രസൻറ്റേഷനാണോ നമുക്ക് വേണ്ടത് ആ പ്രസൻറ്റേഷൻ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഒരു പ്രസൻറ്റേഷൻ എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം സേവ് ആസിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു വിൻഡോ വരും. ഏത് ഫോൾഡറിലാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത് എന്നുള്ളത് ആ ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം ഏത് പേരിലാണ് നമുക്കതിനെ സേവ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണിക്കും. ഫയൽ നെയിമിനകത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന പേര് നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇനി ഇത് എങ്ങനെ വേണമെങ്കിലും സേവ് ചെയ്യാം. പവർ പോയിൻ്റ് ആയിട്ട് സേവ് ചെയ്യാം, പിന്നെ അതുപോലെ PDF ആയിട്ട് സേവ് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് സേവ് ചെയ്യാം. വിൻഡോസ് മീഡിയ വീഡിയോ എന്ന് പറയുന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. പലതരത്തിലുള്ള സേവ് ആസ് ടൈപ്പ് പല രീതിയിൽ നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ അത് ഏതാണോ ഡിസൈഡ് നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലിക്ക് സേവ് എന്ന് പറയുന്ന സേവ് ബട്ടൺ ഉണ്ട്, അതിൽ